കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കാട്ടാന ആക്രമണത്തിനിരയായി കിടപ്പ് രോഗികൾ അടക്കമുള്ളവരെ പ്രത്യേകം പരിഗണിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖിന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയോടെ വയനാട് ചേകാടി സ്വദേശികളായ വൈരനും മാസ്തിയും. ഒരു കാലിന് പൂർണ്ണമായും സ്വാധീനമില്ലാത്ത വൈരൻ ആക്രമണത്തിനിരയായത് 4 വർഷം മുൻപാണ്. ഇടുപ്പലിന് പരിക്കേറ്റ മാസ്തി കിടപ്പിലായത് ആഴ്ചകൾക്ക് മുൻപ് ഇതുപോലെ അറ്റാക്ക് നടന്ന് വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ സാധിക്കാതെ പുറത്തു പോകാൻ സാധിക്കാതെ കിടപ്പിൽ കിടക്കുന്ന രോഗികളുണ്ട്. അവരുടെ ഡാറ്റ എടുക്കാനും അവസ്ഥ മുഴുവൻ എടുത്ത് റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തലത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ച് ഞങ്ങൾ ആ കാര്യത്തിൽ ഉള്ള തുടർ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭയന്നോടിയതോ കലിപൂണ്ടതോ അഴിഞ്ഞാടിയ വന്യതയ്ക്ക് ഉത്തരമിന്നുമില്ല. ചോദ്യങ്ങൾ മാത്രം. ആ ചോദ്യങ്ങളുമായി ചേകാടിയിലുണ്ട് വൈരനും മാസ്തിയും. 2022 മാർച്ചിലാണ് ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് വരുന്ന വഴി ഒരു 6:30 ഇങ്ങനെ സംഭവിക്കുന്നത്. തട്ടി അങ്ങോട്ട് ഇട്ടു. തട്ടിയിട്ട് ചവിട്ടാണ് കാലിലേക്ക് അയച്ചു പോയത്. പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അവിടെ കിടന്നു. എല്ലാവരും ആൾക്കാരെ കണ്ടെത്തുമ്പോൾ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. എല്ലാം ഒരു 9 മണിയാകുമ്പോഴാണ് മാനവരുടെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോയി. അവിടെ നിന്നായിരുന്നു ചികിത്സ 2 വർഷമൊക്കെ. എല്ലില്ല, അതുകൊണ്ടാണ് ഇപ്പം നടക്കാനും പറ്റില്ല. ഒറ്റയ്ക്കാണ്. അമ്മ ഉണ്ടായിരുന്നു, അമ്മ മരിച്ചു. ഇപ്പം എൻ്റെ ചിലവൊക്കെ എല്ലാം കാര്യങ്ങളൊക്കെ പെങ്ങന്മാരാണ് നോക്കുന്നത്. മുളവടി താങ്ങായി ഒരു ജീവിതം, തത്വത്തിൽ ഒരു കാൽ ജീവിതം. താങ്ങാൻ വൈരൻ്റെ ആ കാലിൽ എല്ലുകളില്ല. നുറുക്കിയത് കലിപൂണ്ട കാട്ടുകൊമ്പൻ. അവസാനിക്കാത്ത പ്രതീക്ഷകൾ മാത്രം കൂട്ടിനുണ്ട്. മുന്നോട്ടും അങ്ങനെ തന്നെ. ഒരു പ്രതീക്ഷയുണ്ടോ ഇപ്പം മന്ത്രി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്? അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്തെന്ന് പ്രതീക്ഷിക്കാം എന്നൊരു ഞങ്ങൾക്കൊരു ഇതാണ്. പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വളരെ ഉപകാരമായിരുന്നു എന്നാണ്. 4 വർഷം മുൻപ് വൈരനുണ്ടായതുപോലെ ആക്രമണത്തിൻ്റെ ഓർമ്മ അയൽവാസിയായ മാസ്തിക്കുമുണ്ട്. പക്ഷേ ആ ഓർമ്മയ്ക്ക് പ്രായം കുറവാണ്. ഇത് വന്ന് വട്ടം കയറി വന്ന് മുമ്പിൽ വന്ന് നെല്ലിൻ്റെ മറവിൽ അപ്പോൾ ഓടി വന്ന് തുമ്പിക്കൊക്കെ നട്ടി മറിച്ച് ഇറച്ചിട്ടു. അപ്പോൾ ഞാൻ വീണുപോയി. കൂടെയുള്ളവർ ഓടി. വീണപ്പോൾ എന്ത് ചെയ്ത് ചവിട്ടാൻ വേണ്ടി കൈ പൊക്കിയപ്പോൾ ഞാൻ മെല്ലെ ഉരുണ്ട് കൂടെ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കളഞ്ഞു. കയറിയപ്പോഴത്തേന് എന്നെ ചവിട്ട് കിട്ടിയില്ല. ചവിട്ടാൻ കിട്ടാൻ പറ്റാൻ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കൈ കൊണ്ടൊക്കെ മാന്തുന്നുണ്ട്. ഇതിലൊക്കെ മാന്തി. അങ്ങനെ ആയിട്ട് ഇതൊക്കെ പൊട്ടലും ബാലൽ പൊട്ടൽ, ഇടുപ്പിന് പൊട്ടലും ഉണ്ട്. ഇനി നടക്കാനാവുമോ എന്നറിയില്ല. എത്ര നാൾ ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്നും അറിയില്ല. പ്രതീക്ഷയാണ്. മരണഭയത്തിൽ കഴിഞ്ഞ നിമിഷങ്ങൾ, ചികിത്സയിൽ കഴിഞ്ഞ മാസങ്ങൾ, ധനസഹായം കിട്ടാത്ത വർഷങ്ങൾ. ബഹുമാനപ്പെട്ട മന്ത്രി ദൂരെ എങ്ങും പോകണ്ട, ഇവിടെയുണ്ട് നിങ്ങൾ തേടുന്നവരിൽ ചിലർ. വയനാട്ടിൽ നിന്നും മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.